അങ്ങനെ ഗ്രീസിലേക്ക് ഇറ്റലിയിലേക്കുള്ള ഞങ്ങളുടെ ആനിവേഴ്സറി ട്രിപ്പ് ഇവിടെ തുടങ്ങുകയാണ്. ഗിൽഫോർഡ് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്കുള്ള ട്രെയിനിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് 1:30-ക്കാണ് ഏതൻസിലേക്കുള്ള ഫ്ലൈറ്റ്. ഉച്ചയ്ക്ക് 1:30-ക്ക് ഏതൻസിലേക്കുള്ള ഫ്ലൈറ്റ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായി. ട്രെയിനിപ്പോൾ വരും തോന്നുന്നു. വെയിറ്റിംഗ് ആണ്. ഡിലേ ആവാണ്ടിരുന്നാൽ മതി. ഡിലേ ആയി. 10:10 10:09 വരേണ്ടത് 10:10 അപ്പം അനുമോളെ പനി പിടിച്ചിരിക്കുക. അനുമോ പനി ജലദോഷം ഈ വക സാധനങ്ങളൊക്കെ പിടിച്ച് അവിടെ തണുപ്പാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗ്രീസിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇറ്റലിയിൽ കുറച്ച്. അപ്പോൾ ഒരു 10-13 ദിവസത്തെ ട്രിപ്പ്. ഫസ്റ്റ് ആനിവേഴ്സറി ട്രിപ്പ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഗ്രീസിലെ ഇറ്റലിയിലെ കാഴ്ചകൾ കാണാം അല്ലേ? അങ്ങനെ നമ്മൾ ഗ്രീസിലെത്താറായി. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ കഴിക്കണം. നല്ല ഗ്രീക്ക് ഫുഡ് കഴിക്കും. സ്ക്രീനിൽ ഐഫോണിൻ്റെ ക്യാമറയുടെ റിഫ്ലക്ഷൻ ഒരാളുടെ തലച്ചോറ് പോലെ ഉണ്ട്. നല്ല തലച്ചോറ്. അങ്ങനെ ഗ്രീസിലിറങ്ങി. ഇനി ടൗണിലേക്ക് പോകേണ്ട ബസ് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നല്ല വിശപ്പ്. അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിച്ചൊരു കോഫിയൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു 30 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യണം ബസ് വരണമെങ്കിൽ. കണ്ടിന്യൂസ് ആയിട്ട് ബസ് ഉണ്ട്, പക്ഷെ എല്ലാം ഹാഫ് ആൻ അവർ ഒക്കെയാണെന്ന് തോന്നുന്നു അല്ലേ? ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ഇടവിട്ടാണെന്ന് തോന്നുന്നു ബസ്സുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഒരു എന്തോ ഒരു സ്പിനാച്ച് ഞാനതായിരിക്കുന്ന ഒരു അവക്കാഡോ ചിക്കൻ ഉള്ളൊരു കഴിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ അത് കഴിച്ച് ഞങ്ങൾ പതുക്കെ പോകാമെന്ന് ഉള്ള ഐഡിയയിലാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് മേടിച്ച് അത് അവരുടെ തന്നെ ഒരു ചെറിയൊരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഞങ്ങൾക്കായത് എത്രയാണ്? 15 യൂറോ അല്ലേ? 15 യൂറോ. ചൂടുണ്ടോ? അങ്ങനെയുണ്ട്. അതാണോ? ആ, ഗ്രീസിൽ ഫുഡൊക്കെ അടിപൊളിയായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും അതെ. ഇനിയിപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ ഇതൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിത് കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി എയർപോർട്ടിൽ നിന്നും ഏതൻസ് ടൗൺ സെൻറ്ററിലേക്ക്. എയർപോർട്ട് കുറച്ച് ഔട്ടറാണ്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറിനടുത്ത് ദൂരമുണ്ട് ടൗണിലേക്ക്. ഇതുപോലെയുള്ള ബസ്സുണ്ട്. ഒന്ന് M1 എന്ന് പറയുന്ന നമ്പർ എഴുതിയ ബസ്സും പിന്നെ X95 അല്ല, X95 എന്ന് പറയുന്ന ബസ്സും. ഈ 2 ബസ്സാണ് ടൗണിലേക്ക് പോകുന്നതുള്ളത്. അതിൽ X95 എന്ന് പറഞ്ഞ ബസ്സിലാണ് ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ളത്. അപ്പം ഇതിൽ നമുക്ക് ഏതൻസ് ടൗൺ സെൻറ്റർ വരെ പോവാം. അവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ. ഈ ബസ്സിൻ്റെ സ്റ്റോപ്പിൽ നിന്ന് 10 മിനിറ്റേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരമുള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ഡ്രൈവർ അടുത്ത് ചോദിച്ചപ്പം എൻഡിലെടുക്കാമെന്ന് പറഞ്ഞു. ടാപ്പ് ചെയ്ത് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷെ അതെങ്ങനെയാണ് വർക്കാവുന്ന? നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യണോ, ഇറങ്ങുമ്പോൾ ടാപ്പ് ചെയ്യണോ എന്താണെന്ന് മനസ്സിലായില്ല. സോ ക്യാഷ് എടുക്കുമോ, അത് നമ്മളോട് പറഞ്ഞു കയറിക്കോ ലാസ്റ്റ് നോക്കാമെന്ന്. നല്ലൊരു അപ്പൂപ്പൻ. സോ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി ബസ്സിൽ കയറി. ഇനി നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി നാളെ നമ്മൾ മെറ്റിയോറയിൽ പോകുന്ന ഉണ്ട്. ഓക്കെ, നാളെ രാവിലെ 8 മണിക്കാണ് നമുക്ക് മെറ്റിയോറയിലേക്കുള്ള ഗ്രൂപ്പ് ടൂർ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് പോകാനുള്ള നമുക്ക് ലൊക്കേഷൻ റൂമിൽ പോയി ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, രാവിലെ ടെൻഷൻ അടിക്കണ്ടല്ലോ. നേരെ അവിടെ പോയി നിന്നാൽ മതി അവരുടെ കൂടെ. അത് ഒരു ഫുൾ ഡേ ട്രിപ്പാണ്.
നമ്മൾ രാവിലെ പോയി 14 hours രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരുന്ന പോലെ ലഞ്ചൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഡേ ട്രിപ്പാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഗെറ്റ് യുവർ ഗൈഡ് വഴിയാണ് ബുക്ക് ചെയ്തത്. നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നാളെ പോയിട്ട് അറിയാമല്ലേ. നമ്മളിനി റൂമിലെത്തിയിട്ട് കാണാം. അങ്ങനെ ബസ് എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റായി. നല്ല റോഡുകൾ, ഒരുപാട് ലൈറ്റ്, ഫുള്ള് ലൈറ്റാണ്, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അങ്ങനെ ഞങ്ങൾ ഏതൻസിൻ്റെ നഗരമധ്യത്തിൽ വന്ന് ഇറങ്ങി. ആ ബസ്സിൽ 10 euro ആയി ഞങ്ങൾക്ക്. ടാപ്പ് ചെയ്ത് കയറാൻ ഞങ്ങൾ ടാപ്പ് ചെയ്തില്ല. ഞങ്ങളടുത്ത് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എക്സ്ട്രാ പൈസ എടുക്കുമോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ടാപ്പ് ചെയ്തില്ല, ക്യാഷ് കൊടുത്തു. ഡ്രൈവർ അപ്പൂപ്പൻ ലാസ്റ്റ് വന്ന് നമ്മുടെ അടുത്ത് നിന്ന് 10 euro മേടിച്ചു, 5 euro ഈച്ച്. ഇവിടെ നമ്മളൊരു താഴെ ഒരു സ്ട്രീറ്റ്, നല്ല തിരക്കുണ്ട്. സമയം ഏകദേശം 9 മണിയായി, എന്നിട്ട് നല്ല തിരക്കുണ്ട്. ഇവർ പാട്ടൊക്കെ പാടുന്നു. ഞങ്ങളെന്തായാലും ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട് റൂം. അപ്പോൾ ഇവിടെ ഇത്രയും ആളും തിരക്കും പാട്ടും ബഹളവും ഒക്കെ കണ്ടപ്പം അതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിനടുത്തൊക്കെ ഒരുപാട് പേര് പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിൽഡിങ് നമുക്ക് മാത്രമാണോ ഇനി അറിയാത്തത് എന്താണെന്ന്? ഇവിടുത്തെ മറ്റേ ഇതെങ്ങനെയായിരിക്കും പാർലമെൻറ്റ് പോലത്തെ. ഇവിടെ ഭയങ്കര തിരക്ക്, നല്ല സ്ട്രീറ്റ്. അപ്പോൾ ഒന്ന് കറങ്ങി കണ്ടിട്ട് റൂമിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ക്വയർ എന്ന് വേണേൽ പറയാം, അവിടുന്ന് കുറേ ആൾക്കാർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പോലീസ് വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഇതിലെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഭക്ഷണം എന്തേലും. അങ്ങനെ ആയൊരു സ്ട്രീറ്റ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ഥലം, നല്ല തിരക്കുണ്ട്, ആൾക്കാരുണ്ട്. അങ്ങോട്ടേക്കൊക്കെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നോക്കാമെന്ന് വിചാരിക്കുന്നു റൂമിലേക്ക് എത്തുന്നതിന് മുന്നേ. കാരണം മടുത്തു. റൂമിലെത്തി പിന്നെ ഇനി ഇറങ്ങുമോ, ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാനൊന്നും ചാൻസ് ഇല്ല. കാരണം ഏകദേശം 9 മണിയായി സമയം. അപ്പോൾ കഴിച്ചിട്ട് റൂമിലേക്ക് പോകാം, അല്ലെങ്കിൽ പാഴ്സൽ മേടിച്ച് റൂമിലേക്ക് പോകാം എന്നുള്ളൊരു ഐഡിയ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. വലിയ തണുപ്പൊന്നുമില്ല, വലിയ തണുപ്പില്ല, ചെറിയ തണുപ്പേ ഉള്ളൂ. UK ഈ സമയത്ത് നമ്മൾ നല്ല തണുപ്പിൽ നിന്നാണ് വരുന്നത്. ഈ സമയത്തൊന്നും റൂമിന് പുറത്തിറങ്ങാൻ പറ്റില്ല ജാക്കറ്റ് ഇല്ലാതെ. ഇവിടെ ജാക്കറ്റിൻ്റെ ജാക്കറ്റ് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ കട്ടിയുള്ള ജാക്കറ്റൊന്നും വേണ്ട. ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുന്നു. സമയം രാത്രി 9 മണിയായിട്ടും അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ട്രീറ്റാണ്. മെക്ഡൊണാൾഡ്സ് പക്ഷേ മെക്ഡൊണാൾഡ്സ് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡ് എന്തെങ്കിലും കഴിക്കണ്ടേ? എവിടെ? മെക്ഡൊണാൾഡ്സിലോ? അല്ല, മാക്ഡി അപ്പുറത്തുണ്ടായിരുന്നു അതിൻ്റെ. ഷവർമ ഉണ്ടെന്ന്. എന്നാൽ പിന്നെ അത് തന്നെ ഷവർമ തന്നെ കഴിക്കായിരുന്നു. വെറുതെ നടന്ന് നല്ലൊരു സ്ട്രീറ്റ്, അത് കണ്ടിട്ട് തിരിച്ചു പോവാം. സുവനീഴ്സൊക്കെ മേടിക്കണം, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് മേടിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ച് ഇരിക്കുകയാണ്. ഇതിൽ വന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ റൂം, അപ്പാർട്ട്മെൻറ്റ്. എന്തോരം കോടികൾ അടിച്ചാണ് ഈ റൂം വരെ എത്തിയത്. അങ്ങനെ ഇതാണ് ഞങ്ങൾ ഇന്ന് 2 ദിവസം 2 നൈറ്റ് താമസിക്കുന്ന റൂം ഇതാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര പെട്ടെന്ന് റൂമിൽ. സാധാരണ മീൻസ് റെയിൽവേ സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ അല്ലെങ്കിൽ ബസ് സ്റ്റേഷൻ്റെ അടുത്താണ് റൂം എടുക്കാറ്. ഇതും അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് ബസ് വന്ന് നിർത്താൻ ഒരു സ്റ്റോപ്പ് ഉള്ള സ്ഥലത്താണ് നമ്മൾ ബുക്ക് ചെയ്ത റൂം. പക്ഷെ അറിയാതെ നടന്ന് റൂമിൻ്റെ അടുത്തെത്തി, ലൊക്കേഷൻ നോക്കാതെ വെറുതെ ഭക്ഷണം തേടി നടന്നു. ലാസ്റ്റ് റൂമിൻ്റെ താഴെ എത്തി. ഒരു കൊള്ളാം അല്ലേ? എല്ലാം വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ അപ്പാർട്ട്മെന്റ്. 2 ദിവസത്തേക്ക് ഇത് മോർ ദാൻ ഇനഫ്. ഓക്കെ. അല്ല, അത് ഓപ്പൺ. ഓക്കെ, അത് ഓപ്പൺ ആയിരുന്നു. ചെറിയ തണുപ്പുണ്ട് റൂമിൽ. ഹീറ്റർ ഇടാൻ പറ്റും തോന്നുന്നു. ഹീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഹീറ്റർ ഇല്ലാണ്ടിരിക്കില്ല എന്തായാലും. ഓക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അങ്ങനെ 2 ദിവസത്തെ റൂം. ഇനി ബാഗൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായി ഒന്ന് പുറത്തിറങ്ങണം. ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ മേടിക്കണം. അതിന് ശേഷം വന്ന് കിടന്നുറങ്ങി നാളെ രാവിലെ
നമ്മൾ മെറ്റിയോറയിൽ പോകാൻ റെഡിയാവണം. അതാണ് ഇന്നത്തെ ഇനിയുള്ള പരിപാടി. അങ്ങനെ സമയം രാവിലെ 7:15. ഞങ്ങൾ എഴുന്നേറ്റ് റെഡിയായി മെറ്റിയോറ പോകാനുള്ള സ്ഥലത്തേക്ക് നടക്കുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ ടൂർ ഗൈഡിൻ്റെ ബസ്സും ഓഫീസും കാര്യങ്ങളും. അവിടെ ഒരു 7:45 അവിടെ ഒരു 29 മിനിറ്റ് നടക്കാനുണ്ട്. ബസ്സുണ്ട് അങ്ങോട്ടേക്ക്. അപ്പം ഞങ്ങൾ വിചാരിച്ചു രാവിലത്തെ കാഴ്ചകൾ കണ്ട് നടക്കാം. റെസ്റ്റോറൻറ്റ്സെല്ലാം ഓപ്പണായി വരുന്ന ഒരു സമയം. പിന്നെ ഇവർ ഓപ്പൺ ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു ഇത് ഇവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതൻസിൽ പുലർച്ചെ 3 മണി 4 മണി വരെയൊക്കെ ഇവർ എന്താ പറയുക റെസ്റ്റോറൻറ്റ്സെല്ലാം ഓപ്പണാണ്. പാട്ടും ബഹളവും എല്ലാവരും ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഒക്കെ ആയിട്ട് ടൈം ചിലവഴിക്കുന്നൊരു സമയമാണെന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര ആക്റ്റീവാണ് ആ സമയത്ത്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും മെറ്റിയോറ പോകുന്ന ട്രിപ്പെന്ന് പറയുന്നത് ഏകദേശം 14 മിനിറ്റ്സ് മിനിറ്റ്സ് അല്ല കേട്ടോ, അവേഴ്സ്. 14 മണിക്കൂറാണ് ടോട്ടൽ ട്രിപ്പ് കാണിക്കുന്നത്. അതിലെനിക്ക് തോന്നുന്നത് ഒരു 10 മണിക്കൂറും ഇതാടിയ ഒരു പള്ളി ഇവിടെ നിന്നാന്ന് തോന്നുന്നു സൗണ്ട് കേട്ടത്. ഓക്കെ, അപ്പോൾ അതിലൊരു 10 മണിക്കൂറും ട്രാവലാണ് അപ്പ് ആൻഡ് ഡൗണ്. പിന്നെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടുന്ന് ഏകദേശം 200 തുറന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ആ പള്ളിയിൽ. രാവിലത്തെ കുർബാനയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 266 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പം ബസ് മീൻസ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഏകദേശം 6.5 മണിക്കൂറിന് മേലെ ട്രാവൽ കാണിക്കുന്നത്. ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ 4.5 മണിക്കൂർ 5 മണിക്കൂർ അങ്ങനെ കാണിക്കുന്നുണ്ട്. സോ ഒരു ലോങ് ഡേ ആണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. പക്ഷേ വെർത്താണ്, കാണാൻ മാത്രം ഉള്ളതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളത് ചൂസ് ചെയ്തത്. ഏതൻസിൽ അൽബേനിയയുടെ ബോർഡറിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. ചെറിയ മിനി ബസ് പോലത്തെ ആണെന്ന് തോന്നുന്നു. ലഞ്ച് അവർ നമുക്ക് തരും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തും. അതാണ് അവരുടെ ഡീറ്റെയിൽസിൽ പറയുന്നത്. ബാക്കി എന്താണെന്ന് പോകുന്ന വഴിയെ കാണാമല്ലേ. ഇന്നലെയൊക്കെ നല്ല തിരക്കിട്ട ആൾക്കാർ നടന്നിരുന്ന സ്ട്രീറ്റ് ആയിരുന്നു. ഇന്ന് ആക്റ്റീവായി വരുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേനും ആൾക്കാരൊക്കെ വരുമായിരിക്കും. ഇന്നലെ നമ്മൾ ഇതുവഴിയാണ് രാത്രി റൂമിലേക്ക് നടന്നു പോയെന്ന് തോന്നുന്നു അല്ലേ. നടന്നു പോകുമ്പോൾ കണ്ടതാണ് ഒരു എക്സ്കവേഷൻ സൈറ്റ്. മീൻസ് ഒരു എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കണ്ടെത്തിയ എന്തോ ഒരു ആർക്കിയോളജിക്കൽ എന്താ പറയേണ്ട സ്ഥലമാണ്. അതിൻ്റെ ഹിസ്റ്ററിയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 1985 തൊട്ട് 1988 വരെ അവർ എക്സ്കവേറ്റ് ചെയ്ത് എടുത്ത കുറച്ച് കാര്യങ്ങളാണ്. അതവരിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു ആ ബിൽഡിങ്ങിന് ചുറ്റും. ഒരുപാട് വർഷം പഴക്കമുള്ളതായിരിക്കണം. AD കാലഘട്ടത്തിൽ നിന്നാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഇതുപോലെയുള്ള എന്താ പുരാതനമായ ഒരു രാജ്യം എന്ന് വേണേൽ പറയാലോ ഗ്രീസ് അല്ലേ. അതെ. ഇത് ടോംബാണ്. ഓക്കെ, മരിച്ചവരെ അടക്കിയിരുന്ന സ്ഥലമാണ് പണ്ട്. ഓരോ ടോംബ സ്ലാബ്. ആ സ്ലാബുകൾ ചിലപ്പം വീണ് പോയതായിരിക്കണം ഇവരെടുത്ത് കറക്റ്റ് ചെയ്ത് വെച്ച പോലെയുണ്ട്. അവിടെയൊക്കെ കുറച്ച് മഴ പെയ്താൽ പോകാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴയ കല്ല് മീൻസ് ഇഷ്ടിക വെച്ച് ആണ് അവർ കൂടുതലും പണിയെടുത്തിരിക്കുന്നത്. അപ്പം കുറച്ചൊക്കെ ഇവർ അതിന് കിട്ടിയതിന് ശേഷം സെറ്റ് ചെയ്ത് വെച്ച പോലെ ബാക്കിയൊക്കെ അങ്ങനെ തന്നെയുണ്ട്. നടക്കാം എന്ന് തീരുമാനിച്ച ഏതായാലും നന്നായി. കാണാൻ പറ്റി. സ്ട്രൈറ്റ് വഴിയാണ് ഈ സിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതൻസിൽ. അതൊരു ഭയങ്കര ഇങ്ങനെ എന്താ പറയണ്ടേ, സ്ട്രൈറ്റ് റോഡ്, ക്രോസ് റോഡ്സ് അങ്ങനെയാണ് അല്ലേ, എല്ലാം കണക്റ്റഡാണ്. അങ്ങനെ ഞങ്ങൾ
മെറ്റിയോറയിലേക്കുള്ള ഗൈഡ് ടൂറിൻ്റെ ബസ് കയറി. നല്ല ബസ്, വലിയ ബസ്. ഞങ്ങൾ വിചാരിച്ച മിനി ബസ്സായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓഫ് സീസണായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങളൊരു കോഫിയൊക്കെ മേടിച്ചോണ്ട് വരുമ്പോഴത്തേനും ആൾക്കാരെല്ലാം കയറി ഫുള്ളായിരുന്നു. 8 മണിക്കാണ് എടുക്കുക, 7:45 ഇവിടെ എത്തണം എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളൊരു 7:47 ആയപ്പോൾ എത്തിയല്ലേ, 2 മിനിറ്റ് വൈകി നമ്മളെത്തി. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടായിരുന്നില്ല, സീറ്റൊക്കെ ഉണ്ട്. പിന്നെ ബസ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഒരു 2-3 സീറ്റ് ബാക്കിയുണ്ടാവും. ഓഫ് സീസണായിട്ട് ഇത്രയും ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇത്രയും വലിയ ബസ്സായത് തന്നെ ഭാഗ്യം. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. കാരണം ഒരു 6 മണിക്കൂർ നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്യണം, ഒരു വൺ സൈഡ്. സോ ടോട്ടൽ ഒരു 12 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യണം ഈ ബസ്സിൽ. അപ്പം അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ മടുത്തു പോകും. സോ ഇത് എന്താ പറയുക, വലിയ തണുപ്പില്ല, നടന്നു വന്നുകൊണ്ട് തന്നെ ചൂടെടുക്കുന്നു. നമ്മൾ UK ട്രാവൽ ചെയ്ത് വരുന്നതുകൊണ്ടായിരിക്കണം നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ സമയത്തൊക്കെ അവിടെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിലെ കാഴ്ചകൾ കാണാം. ഒരുപാട് സമയം ട്രാവൽ ചെയ്യാനുണ്ട്. 264 കിലോമീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത് ഇപ്പോൾ ഏകദേശം. പറയാം, അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റിയോറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഇപ്പോഴും പ്രോപ്പർ ഏജൻസ് കഴിഞ്ഞിട്ടില്ല, ഗ്രാമങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എന്ത് തോന്നുന്നു? എനിക്ക് മാത്രം ചോദിക്കാനില്ല, അതൊന്നും തോന്നാത്ത. ഇതാണ് നമ്മൾ പോകുന്ന ബസ്. കുറേ ആൾക്കാരുണ്ട്. ഇവിടെ ടോൾ ബൂത്ത് മാത്രമേ കാണാനുള്ളൂ, എല്ലായിടത്തും ടോൾ ബൂത്ത്. റോഡ് നല്ല റോഡാണ്. അങ്ങനെ പണി കിട്ടി, ബസ് നിന്നുപോയി. ഗ്രീസിലെ ഏതോ വിജനമായ ഒരു സ്ഥലത്ത് പിന്നെ ബസ്സിനെന്തോ പണി കിട്ടി. 1/2 മണിക്കൂറിലടുത്ത് ബസ് വരും എന്നാണ് പറയുന്നത്. അപ്പം 1/2 മണിക്കൂർ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്താ പറ്റിയെന്നറിയില്ല, ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാ പ്ലാനും ഡിലേ ആയി. കാരണം ഓൾറെഡി ഇവരുടേത് എന്താ പറയുക 14 hours എന്നാണ് ഈ മൊത്തത്തിലുള്ള ട്രിപ്പിന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഡൗൺ ആവുന്നതും കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് ഒരു 14 മണിക്കൂർ ഇട്ടത്. ബസ് ബ്രേക്ക് ഡൗൺ ആയപ്പോഴും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അടുത്ത ബസ് വരും, സോറി പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. പിന്നെ നല്ല കാറ്റുണ്ട്. എല്ലായിടത്തും ഒലീവ്സിൻ്റെ മരങ്ങളാണ് കംപ്ലീറ്റ്. കൃഷിയുണ്ട്. ഇനി അതല്ല, വെറുതെ കാട്ടിൽ ഒലീവ്സിൻ്റെ മരങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ടൗൺ വിട്ടു ഗ്രാമപ്രദേശങ്ങളിലാണ് പൊതുവെ. ചെറിയ കൃഷിയും. പക്ഷെ റോഡ് അടിപൊളിയാണ്. ടോൾ ബൂത്ത് ഉണ്ട് എല്ലായിടത്തും. പക്ഷേ ആ ടോൾ ബൂത്തിൽ നിന്ന് ഇവർ പൈസ മേടിക്കുന്നത് ഇവർ റോഡിലേക്ക് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ അടുത്ത് കാണുന്നത് ഒലീവ്സാണ്. ആ ദൂരെ ആ കാണുന്നത് അത് മൊത്തം ഒലീവ്സ് നട്ടു വെച്ചിരിക്കുന്നതാണ് അവർ കൃഷിയുടെ ഭാഗമായിട്ട്. നമ്മുടെ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു. നമ്മളിങ്ങനെ പുറത്തിറങ്ങി. പിന്നെ നല്ല അടിപൊളി ഹൈവേ. ഇവരൊരു ഹാർഡ് ഷോൾഡറിൽ വണ്ടി നിർത്തി. അടിപൊളി റോഡ്. അതാണല്ലേ, റോഡ് രക്ഷയില്ല. ടോള് മേടിച്ചാലെന്താ, റോഡ് നല്ല ഗംഭീര റോഡാണ്. പിന്നെ അതുപോലെ അടിപൊളി സ്ഥലവും, രക്ഷയില്ല. തണുപ്പില്ല, നല്ല വെയിൽ, ഒരുപാട് ചൂടുമില്ല. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. എന്താണ് പറ്റിയെന്നറിയില്ല. അവർ ഓപ്പൺ ആക്കിയിട്ട് നോക്കുന്നുണ്ട്. അതിങ്ങ് എടുത്തു. ഷെയ്ഡ്സ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് വിടും. അല്ല വേണ്ട, ഷെയ്ഡ്സ് എടുത്തു. അനു കഴിക്കാനുള്ള എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്താണ് ബസ് ബ്രേക്ക് ഡൗൺ ആയി പുറത്തൊക്കെ ഇറങ്ങിയത്? എന്താ അങ്ങനെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഗ്രീസ് പുഴോ? ശരിയാണല്ലോ. ഇവിടെ അതെ, നമ്മുടെ നാട്ടിലുള്ള ഈ കമ്മൽപ്പൂ പോലത്തെ
ചെടിയൊക്കെ ഗ്രീസിൽ. അതുപോലെ ഈ പുല്ല് എല്ലാം നമ്മുടെ നാട്ടിലെ ഒരു ഇത് ഇല്ലാത്ത സാധനം ഒലീവ്സ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എന്തോ ഒരു പച്ചക്കറി ആകുന്ന സാധനം പോലെ ഉണ്ട്. പിന്നെ ഇതുവരെ നമ്മുടെ അടുത്ത ബസ് എത്തിയിട്ടില്ല. പോലീസുകാരൊക്കെ വന്ന് ഇവിടെ വണ്ടി നിർത്തി ചോദിച്ചു എന്താ പറ്റിയ. റോഡ് സൈഡ് അസിസ്റ്റൻസിൻ്റെ വണ്ടി ഉണ്ട് അവിടെ, പക്ഷേ അത് എനിക്ക് തോന്നുന്നു ആക്സിഡൻ്റൽ റിക്കവറി പോലത്തെ എന്തോ സംഭവമാണ്. അവർക്ക് മെക്കാനിക്കൽ പരമായിട്ടുള്ള ഒന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് ഇവരോട് നമ്മുടെ ഡ്രൈവറും നമ്മുടെ ഗൈഡും ആണെന്ന് തോന്നുന്നു പുള്ളി. പക്ഷേ ഇനി ഗൈഡ് വേറെ എവിടുന്നേലും കയറുമോ? ഈ പുള്ളി അങ്ങനെ അധികം സംസാരിക്കുന്നതായിട്ടൊക്കെ മനസ്സിലാകുന്നില്ല. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങോട്ട് എത്തുമ്പോൾ നല്ല സംസാരമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ വിട്ടിട്ടല്ലേ ഉള്ളൂ. വിട്ടിട്ട് ഏകദേശം 1 മണിക്കൂർ ആയപ്പോഴത്തേനും സൈഡായി. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു പ്രശ്നമല്ല, ഒരു പ്രശ്നം കണ്ടപ്പോൾ തന്നെ സൈഡായി. കാരണം ഇത്രയും ദൂരം ട്രാവൽ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഇവിടുന്ന് വിട്ട് ഏജൻസിയിൽ നിന്ന് ഒരുപാട് ദൂരം വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഇവരുടെ സർവീസും കാര്യങ്ങളും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ബസ് മാറ്റിയെടുത്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആണ് ഇവർ ഇവിടെ സൈഡാക്കിയത്. അതേതായാലും നന്നായി, കുഴപ്പമൊന്നുമില്ലാതൊരു ബസ് എടുത്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. സമയം പോയി, ഇനിയിപ്പോൾ തിരിച്ചു വരുന്ന സമയം എടുക്കും. ഈ ഒരു സമയം അവിടെ വേസ്റ്റ് ആയില്ലേ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുത്തര കാട്ടിയത് വരുന്നുണ്ട്. അതേ വരുന്നു. ആണുങ്ങളൊന്നുമില്ല, പെണ്ണുങ്ങളൊന്നുമില്ല, എല്ലാവരും ഈ മതിൽ ചാടി അപ്പുറത്ത് പോയിട്ട് മൂത്രം ഒഴിച്ചോണ്ടിരിക്കുകയാണ്. ഗ്രീസിൽ ആലോചിക്കണം. വരുന്നത് അവൻ്റെ ഒരു പെണ്ണ് അപ്പുറത്തേക്ക് ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇത് ചാടി കിടന്ന് അപ്പുറത്ത് പോയി മൂത്രം ഒഴിച്ചിട്ട് കാട്ടിൽ മൂത്രം ഒഴിച്ചിട്ട് വരിക. ഒലീവ്സിന് വളമിട്ട് വെള്ളം ഒഴിച്ചിട്ട് വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ ബസ് വന്നു. എക്സാക്ട് 1 മണിക്കൂർ എടുത്ത് ബസ് വന്നു. ബസ് മാറി, ഞങ്ങൾ സീറ്റും മാറി. നല്ലൊരു സീറ്റ് കിട്ടി, കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ടിലൊക്കെ സീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് തന്നെ ആയതുകൊണ്ട് കയറി ഫ്രണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും ഓൾറെഡി ആദ്യമേ സീറ്റ് പിടിച്ചിരുന്നാറില്ല, അപ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോയി അവിടെ ഇരുന്നിട്ട്, മീൻസ് നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സീറ്റൊന്നുമല്ല, എവിടെ വേണേലും ഇരിക്കാം. പക്ഷേ അവർ വന്ന ബസ്സിൽ അങ്ങനെ തന്നെ ഇരുന്ന് വന്നതല്ലേ, അപ്പം അവർക്കൊരു ബുദ്ധിമുട്ടാവും. ഞങ്ങളിവിടെ ഒരു ഒഴിഞ്ഞ സീറ്റ് കിട്ടിയപ്പോൾ ഇവിടെ ഇരുന്നു. പക്ഷേ ഇതും കുഴപ്പമില്ല, നല്ല വ്യൂ, വലിയ ഗ്ലാസ്, അതുകൊണ്ട് അതും അടിപൊളി ബസ്. കഴിഞ്ഞ ആ പഴയ ബസ്സിനേക്കാളും കുറച്ചും കൂടെ നല്ല പുതിയൊരു ബസ്, നല്ല ബസ്. അപ്പോൾ ഇനിയിപ്പം നാളെ രാവിലെ നമുക്ക് മൈക്കണോസിലേക്കുള്ള ഫ്ലൈറ്റ് ഏതൻസ് എയർപോർട്ടിൽ നിന്നുണ്ട്. അപ്പം ഏകദേശം എന്താ പറയണ്ടേ, ഒരു 9 മണിയാകുമ്പോഴത്തേനും നമുക്ക് എയർപോർട്ടിലേക്ക് പോകണം. മീൻസ് എയർപോർട്ടിൽ എത്തണം. 11 മണിക്കാണ് നമ്മുടെ മൈക്കണോസിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരുപാട് ലഗേജ് എടുത്ത് പോകണ്ട, കാരണം മൈക്കണോസ് പോകണം, മൈക്കണോസിൽ നിന്ന് സാൻഡോറിനി പോകണം, സാൻഡോറിനിയും തിരിച്ച് ഏതൻസിലേക്ക് വീണ്ടും വരണം. അപ്പോൾ ഇവിടെ ലോക്കർ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എന്താ പറയുക, ലോക്കർ വെക്കാൻ വേണ്ടി പോകുമ്പം കാണിക്കാം. നമുക്ക് നമ്മുടെ ബാഗൊക്കെ മലയോട് ചേർത്ത് റൂമൊക്കെ മീൻസ് ബിൽഡിങ് പോലെ പണി വെച്ചിരുന്നു ബാക്കിൽ. അപ്പോൾ ഞങ്ങളുടെ ഒരാളുടെ ലഗേജ് മീൻസ് ഒരു ബാഗിൽ നമ്മുടെ ബാക്കി എല്ലാ തുണികളും എടുത്ത് ഇവിടെ വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ലോക്കറിൽ വെച്ചിട്ട് പോകാൻ മീൻസ് അത്ര എക്സ്പെൻസീവ് അല്ല നമുക്കത് വെക്കാൻ വേണ്ടിയിട്ട്. പോലെയുണ്ടല്ലേ, ലോക്കറിൽ വെക്കണം. ആവശ്യമുള്ള, അതായത് 2 മൈക്കണോസിലും സാന്റോറിനിയിലും യൂസ് ചെയ്യേണ്ട ഡ്രസ്സ് മാത്രം എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ലഗേജിൻ്റെ ഇഷ്യൂ വരില്ല, വെയിറ്റും ഉണ്ടാവില്ല. അപ്പം പിന്നെ ബാഗേജിന് സൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇപ്പം നമ്മൾ കണ്ടത് ഒരു ടോയ്ലറ്റാണ് ഹൈവേയിൽ. ഓക്കെ, ആൾക്കാർക്ക് ഒരു ഹാർഡ് ഷോൾഡറിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ടോളിന് പൈസ മേടിച്ചാലും നല്ല അടിപൊളി റോഡും പിന്നെ റോഡിൻ്റെ വക്കിൽ ടോയ്ലറ്റൊക്കെ പണിത് വെച്ചിരിക്കുന്നു.
അപ്പോൾ ലോക്കർ നമുക്ക് ബാക്കി ഡ്രസ്സുകളൊക്കെ ലോക്കറിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചെന്തായാലും നമുക്ക് ഏതൻസിൽ തന്നെ വരണം. നമുക്ക് ഇവിടെ നിന്നാണ് ഇറ്റലിക്ക് പോകുന്ന റോമിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് നമ്മൾ ഏതൻസിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഏതൻസിൽ വീണ്ടും നമ്മൾ വന്ന് ഒരു ദിവസം നിൽക്കുന്നുണ്ട്. സോ നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ലോക്കറിൽ ഒരു ബാഗ് വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം എളുപ്പമുണ്ട്, നമുക്ക് ഒരു ബാഗ് മാത്രം ക്യാരി ചെയ്താൽ മതിയല്ലോ ഈ 2 ഐലൻഡ്സിലും പോയി വരാൻ, മൈക്കണോസും സാൻഡോർണിയും. അത്രയും ഡ്രസ്സും എടുത്താൽ മതി, 2 ജോഡി ഡ്രസ്സ് എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് പെർ ഡേ 6 യൂറോ ആണെന്ന് തോന്നുന്നു. 4 യൂറോ ആണെന്ന്, 4 യൂറോ ചെറിയ ബാഗിന്. നമ്മുടെ ബാഗിൻ്റെ സൈസ് എനിക്ക് തോന്നുന്നു 4 യൂറോൻ്റെ സൈസേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 4 യൂറോൻ്റെ ആ ഒരു ഇതെടുത്ത് നമുക്ക് ലോക്കർ എടുത്ത് ബാഗ് അവിടെ വെച്ചിട്ട് പോവാം പെർ ഡേ. അപ്പോൾ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പം എങ്ങനെ നോക്കിയാലും ഒരു 10-12 യൂറോ, അതായത് ഏകദേശം ഒരു 10 പൗണ്ടിനടുത്ത് വരുന്നുള്ളൂ അത്രയും ദിവസം ബാഗ് അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. സോ അത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. നമ്മൾ ക്യാരി ചെയ്ത് 2 ഐലൻഡ്സും കണ്ട് ചിലപ്പം ഇനിയിപ്പം ബാഗിൻ്റെ സൈസ് കൂടിയെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് പണി കിട്ടി. ഞങ്ങൾ ഇത്രയും നാൾ യാത്ര ചെയ്തിട്ടും റക്സാക്കിന് ഒരു സൈസിൻ്റെ കേസിൽ ഞങ്ങളെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈസി ജെറ്റ് ഞങ്ങളുടെ എക്സ്ട്രാ പൈസ വാങ്ങി, ബാഗിന് സൈസ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങി. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് തൊട്ട് ഞങ്ങൾ എന്തായാലും അത് ശ്രദ്ധിക്കും. ഞങ്ങൾ ബാഗ് വാങ്ങാൻ തീരുമാനിച്ചു, അണ്ടർ സീറ്റ് സൈസ് ബാഗ് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ വലിയ ടെൻഷൻ അടിക്കണ്ടല്ലോ. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നു. അവർ ഒരാൾക്ക് 48 പൗണ്ട് അവർ വാങ്ങിച്ചു ഞങ്ങളുടെ കയ്യിൽ നിന്ന്. ഒരു അനാവശ്യമായിട്ട് ചിലവായ പൈസ പോലെ തോന്നിയത്. കുഴപ്പമില്ല, അതൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിനി അടുത്ത പ്രാവശ്യം എന്തായാലും വാങ്ങിക്കാമല്ലോ. ഇനിയിപ്പോൾ എന്തായാലും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ബഡ്ജറ്റാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ട്രാവൽ ചെയ്യുന്നതും. അപ്പോൾ പിന്നെ എന്തായാലും ബാഗുള്ളതാണ് നല്ലത്. നമുക്കിനിയും ഏകദേശം 240 സംതിങ് കിലോമീറ്റർ ഉണ്ട്. 260 നിന്നും അത്രയും നമ്മൾ വന്നിട്ടുള്ളൂ. 20 കിലോമീറ്റർ 25 കിലോമീറ്റർ. മെച്ചോറുടെ വീഡിയോ കണ്ടിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. അപ്പോഴാണ് വിചാരിച്ചത് എന്തായാലും കാണാന്ന് വിചാരിച്ചു. ഇത് ഈ സൈഡിലുള്ളത് സ്പീഡിൽ കറങ്ങുന്നുണ്ട്. ഈ വീഡിയോ ഞങ്ങളൊന്ന് കാണട്ടെ. അപ്പോൾ സന്തോഷ് സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് കേട്ടിട്ട് നമുക്ക് എന്തായാലും അത് പോയി കണ്ടിട്ട് വരാം. കുറേ നേരമായിട്ട് നമ്മൾ ഈ ഒരു ഇത് കടലാണോ ലേക്കാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 11 മണിയായപ്പം ഒരു സ്ഥലത്ത് നിർത്തി ചെറിയൊരു സ്നാക്ക് കഴിക്കാൻ വേണ്ടി. ഇവിടെ മീൻസ് ലഞ്ച് ഐറ്റംസും ഉണ്ട്, ഒരുപാട് ജ്യൂസ് വെച്ചിട്ടുണ്ട്, ഓറഞ്ചും ഗ്രേപ്സും ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ചെറിയ സ്നാക്സ്, സാൻഡ്വിച്ച്. പിന്നെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെ മീറ്റൊക്കെ ഗ്രില്ല് ചെയ്യുന്നത് കാണാം. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ലഞ്ച് പോലെ കഴിക്കേണ്ടവർക്ക് അതും കഴിക്കാം. കണ്ടിട്ട് ഒക്കെ അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. പക്ഷേ ഇപ്പം അതൊന്നും കഴിക്കാൻ ഉള്ളൊരിതില്ല. ഇവിടെ കുറേ സാലഡ്സ് വെച്ചിരിക്കുന്നു. എന്തായാലും ഇപ്പം ഞങ്ങളൊരു 2 ജ്യൂസ് മേടിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഓറഞ്ചും ഒരു ഗ്രേപ്പും പിന്നെ ഒരു സ്പിനാച്ച് ചീസ് പൈ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിക്കാം അല്ലേ തൽക്കാലത്തേക്ക്. ലഞ്ച് നമുക്ക് പിന്നെ എവിടെ നിന്നും കഴിക്കാം. അത് അവിടെയൊക്കെ നല്ല അടിപൊളി ഫുഡ് വെച്ചിട്ടുണ്ട്. നീ പോയി അവിടെ പോയി നോക്കും. അപ്പോൾ ഞാൻ എന്തായാലും മേടിക്കട്ടെ. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും നമ്മുടെ ഫുഡ് മേടിക്കാം. എവിടെയുണ്ട്? ഓക്കെ. ഹായ്. 1 pomegranate, 1 orange. Yeah. And 1 spinach pie. And 1 spinach pie. 1 spinach pie. Thank you. Where should I pay? There. നമ്മൾ ഇവിടുന്ന് എടുക്കണം, അവിടെ പൈസ കൊടുക്കണം. അങ്ങനെയാണ്, പുള്ളിയാണ് പൈസ എടുക്കുന്നത്. അപ്പം എത്രയായി നോക്കട്ടെ. ആ പൊമോഗ്രാനൈറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. സ്ട്രോ ഉണ്ടോ? ഉണ്ടല്ലേ.
ആ എന്നാൽ ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ പേ ചെയ്തിട്ട് വരാം. ആ എന്നാൽ ഇത് ആ ഞാൻ അവിടെ വെക്കും, അവിടെ വെക്കും. ആ താങ്ക് യു. 1350 ആണ് ആയത്. ഇപ്പം പേ ചെയ്യട്ടെ. താങ്ക് യു. 1350 ആണ് ആയ ജ്യൂസിനും ഒരു സ്പിനാച്ച് പൈക്കും കൂടെ. കുഴപ്പമില്ലാത്ത റേറ്റ്. അതെ, 2 ജ്യൂസ് പ്ലസ് ഒരു സ്പിനാച്ച് പൈ. കുടിച്ചു നോക്കട്ടെ. ഞാൻ ഓറഞ്ച് ടേസ്റ്റ് ചെയ്യാം, നീ പൊമോഗ്രാനൈറ്റ് ടേസ്റ്റ് ചെയ്യും. ഓറഞ്ച് കുഴപ്പമില്ല, ചെറിയൊരു കയ്പുണ്ട്. ഇതെന്നാ സ്ട്രോയാ? കുഞ്ഞി സ്ട്രോ, ഇറുക്കിലിൻ്റെ വലിപ്പമുള്ള സ്ട്രോ. ഇതിനകത്തൂടെ എങ്ങനെ വരും ജ്യൂസ്? അത് എന്താ എനിക്ക് പഠിച്ചു തരുമോ? സ്പിനാച്ച് പൈ ഞങ്ങൾക്ക് പൊതുവേ ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ഇവിടെ പോയപ്പോൾ എവിടെ നിന്നായിരുന്നു? ബോസ്നിയയിലൊരു ബുറാക്കിൻ്റെ ഒരു ചെറിയ വേർഷൻ. എന്താ നിൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട്? കുഴപ്പമില്ല. എനിക്ക് ഞാവൽപ്പഴത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നു. ഞാവൽപ്പഴം പണ്ട് നാട്ടിൽ നിന്ന് ജ്യൂസ് അടിച്ച് കുടിച്ച ഒരു ഫീൽ. ഇതെന്തായാലും കുഴപ്പമില്ലാത്തൊരു സ്ഥലം. അത്യാവശ്യം തിരക്കാണോ എന്ന് ചോദിച്ചാൽ തിരക്കല്ല, പക്ഷേ വരുന്ന ബസ്സുകളൊക്കെ നിർത്തുന്നത് എവിടെയാണ്. സ്പിനാച്ച് പൈ ഓൾമോസ്റ്റ് എവിടെ നിന്ന് നമ്മൾ കഴിച്ചെടുത്ത് എല്ലായിടത്തും നല്ല. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. നമ്മുടെ ബസ്സാണോ? 20 മിനിറ്റ് ആയില്ലല്ലോ. നമ്മൾ ടണലിൻ്റെ എത്തിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞ നിറം മുഖത്തേക്കടിക്കുന്നു ആ സൂര്യപ്രകാശം. ഏകദേശം 3-4 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കലബാക്ക എന്ന് പറയുന്ന ആ ടൗണിനടുത്തേക്ക് എത്താറായി എന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് അതാണ് ആ മൊണാസ്ട്രിയുള്ള മല. അതിന് താഴത്തെ കലബാക്ക എന്ന് പറയുന്ന ആ ടൗൺ എന്ന് തോന്നുന്നു. അതെ, അതാണ് ആ മൊണാസ്ട്രിയുള്ള മല. ചെറിയ ടൗണാണത്. അതുപോലെ മൊണാസ്ട്രിയുള്ള മല ആണ് കാണുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി ഇതാണ് മെറ്റിയോറ എന്ന് പറയുന്ന കലബാക്ക എന്ന് പറയുന്ന ആ ഒരു ടൗൺ. അതിൻ്റെ മെയിൻ നമുക്ക് കാണാം. ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് 2 ഭാഗത്തായിട്ടുണ്ട്. ഒന്ന് ഈ ഒരു എൻഡിലും ആ മനസ്സിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ കല്ലുകളുടെ ഇടയിലെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് ഓരോ മൊണാസ്ട്രികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ആ സന്യാസിമാർ 1000-2000 വർഷങ്ങളൊക്കെ ആയിട്ട് മാറി മാറി താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലം. അതായ മൊണാസ്ട്രിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഞങ്ങളുടെ ലഞ്ചിൻ്റെ കാർഡ് തന്നു. ബുഫയാണ്. പിന്നെ ഇത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്ത ട്രിപ്പിൽ ഇത് ഇൻക്ലൂഡഡ് ആണ്. സാലഡ്, മെയിൻ കോഴ്സ്. അപ്പം ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ മേടിക്കണം എന്ന് തോന്നുന്നു. സോ നമുക്ക് ഇവിടുന്ന് ലഞ്ച് പോലെ മീൻസ് ബുഫയാണ്. നമുക്ക് എന്ത് വേണേലും എടുത്ത് കഴിക്കാം. 30 to 35 മിനിറ്റ്സ് തന്നിട്ടുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി ഡിലേ ആയിപ്പോയതുകൊണ്ട്. സോ നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. തന്നിട്ട് നമ്മുടെ ആദ്യത്തെ മെയിൻ ലഞ്ച് അല്ലേ. എനിക്കൊരു മൂസാക്ക തന്നിട്ടുണ്ട്. അവർ ഭയങ്കര തിരക്കിട്ടെല്ലാം തരുന്നത്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാനൊരു സാധനം ചൂണ്ടിക്കാണിച്ചു. അനുമോള് റൈസും പോർക്കിൻ്റെ എന്തോ ഒരു സാധനവും മേടിച്ചിട്ടുണ്ട്. സാലഡ് എല്ലാവർക്കും സെയിം ആണ്. ഞാൻ മൂസാക്ക ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മൂസാക്കേൻ്റെ അവസ്ഥ എന്താ? ലസാനിയ പോലെ ഒരു ഫീല് വന്നുകൊണ്ടാണ്. മീറ്റാണോന്നറിയില്ല. മൂസാക്ക ഈസ് ആക്ച്വലി നൈസ്. അല്ലേ? സാലഡ് കഴിച്ച് നോക്കാം. ചീസ്, കുറച്ച് ചീസ്, കുമ്പറ.
അല്ല ഒരു ഫോട്ടോ എടുക്കുന്നത് സാലഡ് നോർമൽ സാലഡ്. ഒരുമിച്ച് വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിറങ്ങി. അപ്പം നമ്മുടെ പിന്നെ ഗൈഡ് പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നൈസ് വ്യൂ ഉണ്ടെന്ന്. അത് കറക്റ്റാണ്. ഇതാണ് ആ മെച്യൂറ എന്ന് പറയുന്നത്. ആ ഒരു ഇതിൽ നമുക്കൊരു മൊണാസ്ട്രി ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇതാണ് ഒരു മൊണാസ്ട്രി. അതുപോലെ ഒരുപാടെണ്ണം ഉണ്ട്. ഈ ഓരോരോ മലകളും മലയിടുക്കുകളിലൊക്കെ ആയിട്ട് ഒരുപാട് മൊണാസ്ട്രികളുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു താഴ്വാരത്തുള്ള നമ്മൾ അങ്ങനെ നമ്മുടെ ഗൈഡ് വന്നു. ഇതാണ് നമ്മുടെ ഗൈഡ്, ക്ലെമൻ്റ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. പുള്ളി ഒരു കോമഡിയൊക്കെ പറയുന്ന ആശാനാണ്. പുള്ളി അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ എന്താ പറയുക, കുറേ പ്രാവശ്യം ബസ്സിൽ നിന്ന് കയറി ഇറങ്ങി പോകേണ്ടി വരും. അതിന് വേണ്ടി റെഡി ആയിക്കോളാനാണ് പുള്ളി പറയുന്നത്. സോ എന്തായാലും വഴിക്ക് കാണാം. If you look at these caves here on the right, folks, you'll need your cameras on standby at all times today because we can't stop in the middle of the road. These are hermit caves. Hermits were the ones to come here first, and they started coming around the 8th century. Hermit monks. And for hundreds and hundreds of years since the 8th century, there were only hermits living in caves like these. They're all natural. To do is move in. We're going to get to the geology later, but just to say, guys, because it's a monastery tour, you don't necessarily need to be a believer to appreciate the situation that we have here, the extraordinary phenomena. I'm going to tell you how and why they built the monasteries, one thing at a time. There's also a strict dress code when entering the monasteries for men and women. For women, no pants or trousers allowed. Women must wear something that acts as a dress. If you didn't bring a skirt or a scarf, ladies, today, the monasteries will lend you at the entrance, okay? You could borrow one of theirs. So we're not in Kalambaka anymore. We're now about to get into a small village called Kastraki. Kastraki village is about 1,000 people. And it's really our last place before we leave the world behind. Just a couple of minutes, ladies and gentlemen, you're going to be transported into a world like you've never seen before, perhaps in your entire life. Meteor is one of the most beautiful places in the world. It's the coolest place that I think exists on the whole planet. That's why I live here permanently 3 years. Yeah. So although I'm from Canada, I lived in the UK for 10 years and now I live here. And each one has a different view. They're completely different, 100%. And obviously the best views are from the top of the rock. But one of the main things you need to know is that at the height of the 1500s, there used to be 24 monasteries on the tops of the rocks. About 15 hermitages. There's only 6 left. So what happened to the rest? Well, did you hear that Greece was occupied by the Ottomans? Ottoman occupation, 400 years. Well, maybe you guessed it. Sadly, most were destroyed by the Ottomans. Mainly at the end of the period when the Greeks began to fight back. You know, the Greek Revolution, 1821. And later on, some of the others destroyed by the Nazis in World War II. So we've got 6 left. And the first monastery you're going to visit today is the only place where you can see any of the other ruins. The first monastery that was ever built on top of any rock was 1340. So that's from the first hermits from the 8th century. Look behind you up there on the side, some colors in a cave behind you, way up there. They look like people on the side of that rock. No, that used to be one of the 24 monasteries. That was St. George Mandilas. Those are not people inside, those are colorful scarabs, which we spoke of. മൊണാസ്ട്രിയുടെ താഴെ എത്തി. നമ്മൾ അങ്ങോട്ടേക്കാണ് കയറാൻ പോകുന്നത്. എൻ്റെ അമ്മേ, ഇതുവഴി നമ്മൾ അങ്ങോട്ടേക്കാണ് കയറി പോകാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഫസ്റ്റ് മൊണാസ്ട്രി നമ്മൾ കാണുന്നത്. നമുക്ക് 45 മിനിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മൊത്തം കയറി മേലെ പോകണം. പോവാം.
അപ്പോൾ എന്തായാലും മേലെ എത്തിയിട്ട് നമുക്ക് മേലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. നല്ല കയറ്റമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഏകദേശം ഇനി നടക്കാനുണ്ട്. അയ്യോ, ഇതിലൂടെ കയറി പോകാൻ പറ്റുമോ? എൻ്റെ അമ്മ, ഇതൊക്കെ ഇവിടെ പണിത് വെച്ച് സമ്മതിക്കണമല്ലേ. എല്ലാവരും സ്റ്റെപ്പ് കയറി പോകുന്നത്. ഇവിടെ പോയാലോ? എവിടോ അത് അത്രയും വളയണമെന്നേ ഉള്ളൂ. നമ്മളതിൻ്റെ താഴെ എത്തി. പണ്ടത്തെ ആളുകൾ കയറാൻ ഉപയോഗിച്ചിരുന്ന കോവണിയാണത്. ഓക്കെ, ഇതാ അങ്ങനെയുള്ള വാതിലിലൂടെ ചെറിയ കോവണി കെട്ടി താഴ്ത്തിയാണ് അവർക്കുള്ള ഫുഡും അവരങ്ങോട്ടേക്ക് കയറിയിരുന്നതൊക്കെ. ഉണ്ടെന്നല്ലേ പറഞ്ഞേ 3 പേര്. ആ, അപ്പോൾ താഴെയുള്ള ഈ കലമ്പാക്ക എന്ന് പറയുന്ന ആ ഒരു ടൗണിലുള്ളവരൊക്കെ പണ്ട് ജീവിച്ചിരുന്നവരൊക്കെ ഇവിടുത്തെ മോങ്സിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരുമ്പം അതിലൂടെയാണ് അവർ എല്ലാം കെട്ടി ഇറക്കി കൊടുത്തിരുന്നതൊക്കെ. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് അടിപൊളി വ്യൂ. ഇതാ അവിടെ ഒരു മൊണാസ്ട്രി നമുക്ക് കാണാം. അതുപോലെ ഇവിടെ ഒന്ന് പൊളിഞ്ഞ് പോയിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു. അത് പണ്ടത്തെ അത്രയും ഹൈറ്റിലൊക്കെ ഇതോ ഇതിനിടയിൽ വരണം. അങ്ങനെ നമ്മൾ ഫൈനലി കയറി ഇതിൻ്റെ മേലെ എത്തി. ഇവിടെ നിന്നുള്ള വ്യൂ എൻ്റെ അമ്മേ ബ്രെത്ത് ടേക്കിംഗ് ഒക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ആ പഴയ മൊണാസ്ട്രികൾ കാണാം, നശിച്ചുപോയ മൊണാസ്ട്രികൾ. ഇതാ നമ്മുടെ ബസ്, ആ ബ്ലൂ ബസ്സാണ് നമ്മുടെ ബസ്. നമ്മൾ അവിടെ നിന്നാണ് കയറി ഇവിടം വരെ വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഇനി ആ മൊണാസ്ട്രിയിലേക്ക് നമ്മൾ പോകണം. അതുപോലെ ഇതിനിടയിൽ ഒരു മൊണാസ്ട്രി ഉണ്ട്, അവിടെയും നമ്മൾ പോകും. ഇതിന് മേലെ വരെ വണ്ടി കയറും. വണ്ടിയുള്ളവർക്ക്, ഓടിക്കാൻ പറ്റുന്നവർക്ക് ഈ ഇടവഴിയിലൂടെ വണ്ടി ഓടിച്ച് കയറ്റി ഇതിൻ്റെ മേലെ വരെ വരാം. അങ്ങനെ മൊണാസ്ട്രിയിൽ കയറാനുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. ഇതാണ് എൻട്രൻസ്. പാൻസ് ഇട്ട് വരുന്നവർക്ക് അവരൊരു സ്കേർട്ട് കൊടുക്കുക, നമ്മൾ ഇടണം. അതിന് ഓൾറെഡി സ്കേർട്ട് ഇട്ടുകൊണ്ട് വേണ്ട ഗേൾസിന്. അപ്പോൾ 5 euro ആണ് എല്ലാ മൊണാസ്ട്രിയിലും കയറാനുള്ള പൈസ എന്ന് പറയുന്നത് ഒരാൾക്ക്. 2 പേർക്ക് 10 euro. അപ്പോൾ ഇതാണ് എൻട്രൻസ്. നമുക്കകത്തേക്ക് നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും ഇത്. കുറച്ചൊക്കെ ഇവർ ഇതാണ് ആ പെയിൻറ്റിങ്സ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അത് ആ പെയിൻറ്റിങ്സ്, ഒരു ആൻഷ്യൻ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ. നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. കണ്ടത്. അതും ഒരു സ്പാനിഷ് വലിയൊരു പെയിൻറ്റർ ഉണ്ട്, ആ പുള്ളിൻ്റെ ഗുരു വരച്ച പെയിൻറ്റിങ്. അത് ഇതിനിടയ്ക്ക് കുറച്ച് നാൾ മുന്നേ അത് ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞു. ശേഷം അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തു. പിന്നെ കുറച്ചും കൂടെ ക്ലിയർ ആക്കി. പണ്ട് മോങ്സ് ജീവിച്ചിരുന്ന ഓരോ കേവ്സ് ആണെന്നാണ് പറയുന്നത്. ഈ അതിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ഒരു ഹോള് ഇത് കണ്ട കറക്റ്റ് മനസ്സിലാവും. ആൻഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ആൻഷ്യൻ മോങ്സ് താമസിച്ചിരുന്ന, അതായത് 1350 അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് ആ പൊത്തുകളൊക്കെ. രക്ഷയില്ല കേട്ടോ. ഇത് ഗ്രീസിൽ വരുന്ന എല്ലാവരും മസ്റ്റ് വിസിറ്റ്. ഒരു ഡേ നമ്മൾ ഫുള്ള് സ്പെൻഡ് ചെയ്യണം, എന്നാലും വെർത്താണത്. Oh my god.
രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ച് പഠിക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ സന്തോഷ് അർജോളങ്ങരയുടെ വീഡിയോസ് കണ്ട് അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങൾ കേട്ട ഒരറിവാണ്. അതിപ്പോൾ കയറി വരാൻ വേണ്ടി പണിക്കാർ വെച്ചത്. ഇവിടെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ. ഇതൊക്കെ ഇങ്ങനെ നിലനിർത്തണ്ടേ വരും തലമുറയ്ക്ക് കാണാൻ വേണ്ടി. പക്ഷേ ഇതൊക്കെ ഒരു ഭയങ്കര ഒരു അടിപൊളി സംഭവം തന്നെ. എൻ്റെ മോനെ, എൻ്റെ അവിടെ എനിക്ക് തോന്നുന്നു ഇവരൊരു വ്യൂ പോയിന്റ് പോലെ എന്തോ പണിയാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. കാരണം ഇത് നല്ല വ്യൂ. എങ്ങനെയാണ് ഇത് പണിതത് എന്നാണ് ഇവർ പറയുന്നത്. Brick by brick, wood by wood, and also monk by monk. They also had to go inside of the net and get pulled up. Very difficult, very dangerous. Many lost their lives. Look, there's St. Nicholas now. That's where you were just a few minutes ago. That's what it looks like. Okay, keep looking on the right, guys. Keep looking on the right. There's a giant cave right there on the right. You see it? With some wooden platforms. Very high up, right there. That's the so-called prison of the monks. Bad monks would go to that cave and repent and work on themselves. They would actually... മെറ്റോറയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുള്ളും ബിഗ്ഗസ്റ്റും ആയിട്ടുള്ള മൊണാസ്ട്രിയാണ് ഇതെന്നാണ് പറയുന്നത്. നമ്മളവിടെ എത്തി. ഇത് മറ്റേതിൻ്റെ അത്രയും സ്റ്റീപ്പല്ല, കയറാനും ഇറങ്ങാനും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് അവരെങ്ങനെയാണ് ജീവിച്ചതെന്ന്, ഇതിൻ്റെ മേലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ 1920s എടുത്ത ഒറിജിനൽ വീഡിയോ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗൈഡ് ക്ലമൻറ്റ്. പുള്ളി നമുക്ക് വഴി കാണിച്ചു തരാം. താങ്ക് യു. യെസ്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്, അതാണ് മൊനാസ്ട്രി. ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് നമ്മളങ്ങനെ താഴെ നിന്നുണ്ട മൊനാസ്ട്രി. ഇതുവഴിയാണ് നമ്മൾ കയറി പോകാൻ പോകുന്നത്. ഇത്രയും സ്റ്റെപ്സേ ഉള്ളൂ. നമ്മളത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നുമെങ്കിലും ഓരോ സ്റ്റെപ്സ് നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സൈഡ് വഴി പണിത് വെച്ചിട്ടുണ്ട്. സോ കുറച്ചും കൂടി ഈസിയാണ്. ഈ കാണുന്ന ഹോൾസൊക്കെ ഒരു ആൻഷ്യൻ്റ്, അതായത് 1320s 50s ആ ഒരു AD ആ ഒരു കാലഘട്ടത്തിൽ പല രീതിയിൽ എന്തൊക്കെയോ പണിയാനും കയറാനും ഒക്കെ ആയിട്ട് പണിത് വെച്ചിരിക്കുന്നതാണ് മുകളിൽ മൊണാസ്ട്രിയിലേക്ക്. വല്ലാത്തൊരു ബിൽറ്റ് തന്നെ അല്ലേ. 22 വർഷം എടുത്തു അവർ ഇത് പണിയാൻ, ഈ സാധനങ്ങളൊക്കെ മേലെ എത്തിക്കാൻ. 20 ദിവസം കൊണ്ട് അവരത് പണിത് കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത്. രക്ഷയില്ല. ഇവിടെ ഒരു അടിപൊളി ഒരു പാലം. ഓ മൈ ഗോഡ്, എൻ്റെ അമ്മ, ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കണം. പണ്ട് ഇതിൻ്റെ താഴേന്ന് താഴെയാണ് സ്ഥലം. ശരിക്കും നിലം തൊടുന്നത് താഴെയാണ്, ഇവിടെയല്ല. ഇത് ഈ കല്ലിൻ്റെ മേലെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇവരിതൊക്കെ കെട്ടിപ്പെറുക്കിക്കൊണ്ട് എങ്ങനെയോ വലിഞ്ഞു കയറി ഇതിൻ്റെയൊക്കെ മേലെ വലിഞ്ഞു കയറി ആ മൊണാസ്ട്രി ഉണ്ടാക്കിയിരിക്കുന്നതും അവരവിടെ താമസിച്ച് ജീവിച്ചു വന്നിരുന്നതും. എൻ്റെ അമ്മ, ഇതിങ്ങനെ കണ്ട ഇതിൻ്റെ ആഴം മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ ഹ്യൂമൻ ആയിട്ടുള്ള ഒരാൾക്ക് ഇമ്പോസിബിൾ ആണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഇമ്പോസിബിൾ അല്ല ഇതുപോലെയുള്ള. പക്ഷേ 22 വർഷം എടുത്തെങ്കിലും ഇങ്ങനൊരു സംഭവം മനുഷ്യനെ കൊണ്ട് പോസിബിൾ ആണ് എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ അല്ലേ? പക്ഷേ എൻ്റെ അമ്മ, ഇതാണ് മൊണാസ്ട്രിയുടെ എൻട്രൻസ്. ഇപ്പോൾ ഇവിടെ 18 മോങ്സ് താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവരെ കാണാം എന്ന് പറയുന്നു. അവർ അങ്ങനെ മീൻസ് പുറത്തിറങ്ങുമൊന്നുമില്ല. നമ്മൾ നേരത്തെ പോയിട്ട് 3 പേര് താമസമുണ്ട്, പക്ഷേ അവരെ കണ്ടില്ല. ഇതെവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം, 5 €.
അനുമോൾ ടിക്കറ്റ് എടുക്കാൻ പോകണം. കിതയ്ക്കുന്നുണ്ട് നന്നായിട്ട്. സ്റ്റെപ്പ് കയറി ഒന്നല്ലേ. ഇതിൻ്റെ ഈ സൈഡിൽ ഈ സിബ് തുറക്കുക, ഫുള്ള് തുറക്കാതെ പേഴ്സ്. എൻ്റെ സിബ് പറഞ്ഞിട്ട് 10 യൂറോ എടുക്കുക. നമ്മളുടെ പൈസ ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് പോകാം. ഇതാ ഈ പാൻ്റ് ഇട്ട് വരുന്നവർ ഇതുപോലത്തെ തുണിയെടുത്ത് അതിങ്ങനെ ഉടുക്കണം. അനുമോള് ഇതിൽ കണ്ടതുകൊണ്ട് പാവാട ഇട്ടാണ് വന്നത്. ഓക്കെ, ഇതാണ് ടിക്കറ്റ്. അടുത്ത 2 ടിക്കറ്റ് നമുക്ക് കിട്ടി. ഇങ്ങോട്ട് കയറി വരുമ്പം താഴേക്ക് ഇറങ്ങി പോകണമെന്നല്ലേ പുള്ളി പറഞ്ഞത്. ഇവിടെ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ആ വീഡിയോ കാണിച്ചു തരാം. അവരൊക്കെ അവിടെ പോയിരിക്കുന്നത് ബാത്റൂമാണോ എന്താ? അല്ല, മറ്റേ ഓ അടിപൊളി. അതിൻ്റെ ഒരു കിടിലം വ്യൂ. ഈ ഡോമാണോ അവർ പണിതെന്ന് പറഞ്ഞേ? ഈ 2 ഡോം. എൻ്റെ അമ്മ, 22 വർഷം എടുത്തു എന്നാണ് പറഞ്ഞവരിത് പണിയാനല്ല, ഈ സാധനങ്ങൾ കൊണ്ടുവരാൻ. 20 ദിവസം കൊണ്ട് ഇവർ അടുത്തുള്ള മൊണാസ്ട്രിയിൽ നിന്നൊക്കെ ആളുകളൊക്കെ വന്ന് എടുത്ത് അടുത്തുള്ള മൊണാസ്ട്രിയിൽ നിന്നും താഴെയുള്ള കലമ്പാക്ക എന്ന് പറയുന്ന ടൗണിൽ നിന്നൊക്കെ ഇതാക്കി എടുത്തു കൊടുത്തെന്നാണ് പറയുന്നത്. അവർക്ക് പണിത് കൊടുത്തു ഇവിടെ വന്നിട്ട്. അത് പണിത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴത്തേനും അവരുടെ അന്ത്യശ്വാസം വലിക്കുമായിരുന്നു. അത് കണ്ടതിന് ശേഷം അവർ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. നോക്കട്ടെ, ഇത് ആ ചർച്ചാണോ മ്യൂസിയം ആണോ എന്നറിയില്ല. നമ്മളെന്തായാലും കയറി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് പോകാം. നീ ആ ഗ്ലിറ്റർ ആണെന്ന് പറഞ്ഞ ആ ചെടി ഇവിടെ ഉണ്ട്. അത് ഗ്ലിറ്റർ ആണോ ഒറിജിനൽ ആണോ എന്ന് ഇവിടുന്ന് നോക്കാം. അത് ഗ്ലിറ്റർ ഇട്ടത് അവർ. ആളുകൾ പാൻറ്റിട്ട് വന്നവർ ഉടുത്തിരിക്കുന്നതുണ്ടോ? ഒരുപാടുണ്ട്. നമുക്കകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്ക് എവിടെയൊക്കെ കണ്ടിട്ട് പോകും. അകത്തെടുക്കാൻ പറ്റത്തില്ല അയാൾ പറഞ്ഞു. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പൂവല്ലേ, കളറിലെ ഇല. പണ്ടെന്തൊക്കെയോ കെട്ടി ഇങ്ങനെ താഴെ നിന്ന് പൊക്കിയെടുക്കാൻ ഉപയോഗിച്ച സാധനമാണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഇതിനകത്ത് അതിൻ്റെ താഴെ പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ? അങ്ങനെയുള്ള ഇത് എല്ലായിടത്തും ഉണ്ട്. വിശ്വാസം ഓരോ ആൾക്കാരുടെ അതിൽ പൈസ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഭയങ്കര. ഇതെന്താ അത്? എന്തോ ഉണ്ടാക്കിയ സാധനം. ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും ഇത് ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഭക്ഷണ സാധനങ്ങൾ താഴെ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം സേഫായിട്ട് സൂക്ഷിച്ചു. കാരണം പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ ഇല്ലേ, അവരുപയോഗിച്ചിരുന്ന കലവും പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഒരു മരം കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി. അത് അവരോട് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ എന്തൊക്കെയോ പൊട്ടിയ വളകൾ പോലത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ആൾക്കാരിടുന്നു. ഓരോ വിശ്വാസത്തിൻ്റെ പുറത്ത് ആൾക്കാരിങ്ങനെ ഇട്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇതിനുള്ളിൽ കാണുന്ന ഭക്ഷണ സാധനങ്ങൾ ഇതിൽ നിറയ്ക്കും. എന്നിട്ട് അത് അടച്ചു വെക്കും. ഇത് അടച്ചു വെക്കുന്ന ആ വാതിലാണ് ആ കിടക്കുന്നത്. അത് ഇതിന് കറക്റ്റ് സൈസല്ലേ. ഇതിലാണ് അവർ ഭക്ഷണം സൂക്ഷിച്ച് വെച്ചിരുന്നത്. അത് നല്ല
എന്തോരം പഴക്കമുള്ള സാധനമായിരിക്കും അല്ലേ. എത്ര കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കേണ്ടതാ കേടുകൂടാണ്ട്. ഭയങ്കര സംഭവം തന്നെ. അതിൻ്റെ അകത്ത് എന്തോ മുള്ളു പോലത്തെ സാധനമുണ്ട് മേത്ത് കുത്തിക്കാറില്ല. ഓ ഇതെന്തോ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്, കലപ്പ പോലത്തെ എന്തോ ഒരു സാധനം, പക്ഷേ മുള്ളുണ്ട്. എനിക്കൊന്ന് ഇവിടെ എന്തോ ഉഴുത് മറിക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു സാധനം അല്ലേ. ഇതും എന്തോ ഒരു ഉപകരണമാണ്, എന്താണെന്ന് അറിയില്ല. ഇവരങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നതെന്ന് എഴുതി വെച്ചിട്ടില്ല. ചിലപ്പം അറിവുണ്ടാവില്ല എന്താണെന്ന്. ഉള്ളിൽ ഇത് വേറെ എന്തോ. ഇത് മോട്ടറാണ്. ഇങ്ങോട്ടുള്ള വഴി അടച്ചു വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മോങ്സ് താമസിക്കുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലമായിരിക്കും. പുറത്തല്ലേ. ഇതവർ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സെറ്റപ്പാണ്. അതായത് അതിൻ്റെ ഉള്ളിലൂടെ കയറുണ്ട്, ഇങ്ങനെ പോയിട്ട് ഇത് കറക്കുമ്പം അത് താഴേക്കും മുകളിലേക്കും കൊണ്ടുപോകുന്ന തരത്തിലുള്ളൊരു സെറ്റപ്പ്. അതിപ്പോഴത്തേക്ക് വേണ്ടി അവർ പുതുക്കി പണിതിട്ടുണ്ട്, കേജൊക്കെ ആക്കി. ഇങ്ങനത്തെ ഇവർക്ക് പണിക്കുള്ള സാധനങ്ങൾ കയറ്റി കൊണ്ടുവരാൻ വേണ്ടി. പക്ഷേ പണ്ട് അവർ സാധാരണ എങ്ങനെയൊക്കെയോ കയറൊക്കെ ഉണ്ടാക്കി സാധാരണ റോപ്പൊക്കെ യൂസ് ചെയ്തിരുന്നു. നമുക്ക് താഴെ പോയിട്ട് ആ വീഡിയോ ഒക്കെ കാണാം ഇവരെങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. പണിത ഡോം ഇതാണ്. റിനോവേഷൻ ചെയ്തിട്ടുണ്ടാവും ചെറുതായിട്ട്. പക്ഷേ ഇവരോടെയാണ് നമ്മൾ പോയത്. ഇതാണ് ഗൈസ് പഴയ വീഡിയോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കാരണം അന്ന് അവരെടുത്ത് 1920s എടുത്ത വീഡിയോ ആണെന്നാണ് പറയുന്നത്. കണ്ടോ, അന്ന് ഇതെങ്ങനെയായിരുന്നു. ഇതാണ് മോൺസ്. എങ്ങനെയാണ് അവർ ലീവ്സൊക്കെ ശേഖരിക്കുന്നു, വെള്ളം എടുക്കുന്നു, കൃഷി ചെയ്യുന്നു. ഒരു ബിൽഡിങ്. അവിടെ നിന്ന് ഒരു താഴേക്ക് വന്നത് ഇങ്ങനെയായിരുന്നു. കയറ് കെട്ടിയിട്ട് കൊടുക്കുന്നു. അയാളതിൽ കയറിയിരിക്കും. അയാളൊന്നും പറയത്തില്ല. ഒരച്ഛനതിൽ കയറിയിരിക്കും. ചുറ്റും മൊത്തത്തിൽ വിട്ടുപോയത് ഇതൊന്നുമില്ല. കഴുതപ്പുറത്താണ് അവർ മേലേക്ക് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. കഴുതനെ യൂസ് ചെയ്തിട്ടുണ്ട് അവിടെ വരെ. കഴുതനെ ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. 2-3 പേര് പതുക്കെ കയറുള്ളൂ മേലേക്ക്. 2-3 പേര് നിന്ന് ഇങ്ങനെ കറക്കും. ഇങ്ങനെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മുകളിലെത്തി ഇനി അവർ പയ്യെ ഇറക്കും. വലിച്ചകത്തേക്ക് ഭക്ഷണം ഒരാൾക്കാർക്ക് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. പേരൊക്കെ ടിക്ക് ചെയ്ത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, മണിയടിക്കുന്നു. എല്ലാവരും ചിലപ്പം ഭക്ഷണത്തിൻ്റെ സമയം, പ്രാർത്ഥനയുടെ സമയമൊക്കെ അങ്ങനെയായിരിക്കും. ഒരു ഭക്ഷണം എല്ലാവരും ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. വീഞ്ഞ്
ഓൾമോസ്റ്റ് 100 വർഷം 102 വർഷം. ഉം. 102 വർഷം മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. എന്തോ പൊടിക്കുന്ന ഭക്ഷണം പാചകം ചെയ്യുന്നത് കർപ്പൂരം, ചായപ്പൊടി. ചായപ്പൊടിയാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. ഇതാ ഇവരൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവരൊക്കെ ഇപ്പോഴും ഇവിടെയുണ്ട്. അവരൊക്കെ ഇപ്പോഴും ഇവിടെയുണ്ട്. ക്യാമറയിൽ പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് മീൻസ് എത്ര പേര് അങ്ങനെയൊക്കെ ക്യാമറ ഡിജിറ്റൽ ഇതല്ലല്ലോ, മീൻസ് പ്രിൻ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റോപ്പ് എന്ന് തോന്നുന്നു. ഇതാണ് ഏറ്റവും പഴയതും ഏറ്റവും വലുതും ആയിട്ടുള്ള മൊണാസ്ട്രി ഇവിടെ ഉള്ളതിൽ. അതായത് ഏറ്റവും ആദ്യം ബിൽഡ് ചെയ്തത്. ഇവിടുത്തെ പട്ടി എന്തൊരു സൈസാണ് ഇനി. എൻ്റെ അമ്മ 302 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങോട്ടേക്ക് എത്താൻ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. ഓക്കെ, സത്യം ഒരു വില്ലേജ് പോലെ ഉള്ളത്. ഇത്രയും വലിയ സ്ഥലത്ത് ഇപ്പോൾ 5 പേര് മാത്രമേ താമസമുള്ളൂ. 5 പേര്, വെറും 5 പേര്. And this allowed for the water. നമ്മുടെ ഗൈഡ് പറയുന്നത് ഇവിടുത്തെ ജിയോളജിയാണ്. പണ്ട് അണ്ടർ വാട്ടർ ആയിരുന്നു എന്നാണ് പറയുന്നത്. And all the water that was here drained into what we now call the Aegean അത് Sea. കഴിഞ്ഞ് പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ ആയി Now, when the water finished draining away, what was left standing, remaining? ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. One single pile of sediment. These rocks are called sedimentary, otherwise known as conglomerate. In the beginning, it was just a giant soft pile that only slowly over the next millions of years began to harden more and more and more and more, and only slowly began to separate from each other until how you see them today. And that's the story, ladies and gentlemen. 60 million years in only 60 seconds. How about that? Yeah, I had to work on that one. Anyway, well, you need to remember they're not meteorites that fell from outer space and landed here. The opposite. Now I'm going to show you something interesting. Something also related to the geology. You know, if you look now on the right, you can see these lines going down, down, down. You see these diagonal lines everywhere? That's actually the ice from the last ice age cutting in to the sediment as the ice was melting. Leaving behind those marks. Okay, get your cameras ready. We're going to have an amazing view on the right side. An amazing view on the right side. By the way, last ice age was about 23,000 years ago. Nicholas is going to drive a bit slow. Are you ready for this? It's where the Game of Thrones came. You know Game of Thrones? They tried to do filming here, but we're not given permission. Too much violence. Instead, they stopped and they took this photo and turned it into an episode. Check it out right now. നിർത്തി തന്നു നമുക്ക് ഇവിടെ.
St. Barbara Luciano down on the left, St. Nicholas down on the right. The first one you went to. Now look where we are. And look at the mountains in the distance. You have a nice, good, clear view of the Pindos Mountains. Pindos. Go next. We're going there next. Look, there's another monastery on top of that rock. That's the Holy Trinity. In Greek, Aya Triada. Only one monk lives inside of the Holy Trinity today. Of course, he's not alone. He's got God, but he's also got a couple workers and a couple monks, a couple months a week. It looks like it's part of the rock, doesn't it? Actually, no. Wait for it. Look, it's beginning to separate. Can you see now? Actually, the perfect example of the word meteora. The rock is suspended in the air. It was built originally 1430. ഏറ്റവും നമുക്ക് എത്തിപ്പെടാൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മൊണാസ്ട്രിയാണ് അതെന്നാണ് പറയുന്നത്. സൈഡ് വഴിയുണ്ടാവും. നമ്മളിപ്പോൾ പോയ മൊണാസ്ട്രികളാണ് അവിടെ കാണുന്നത്. There's our town of Kalambaka. And a nice close-up view of the ice from the last ice age cutting in right there. Okay, don't relax. We're about to get out in 60 seconds. I told you this is not a normal tour. We're going to get the last remnant of when this place was under the water and all the water was draining away. It's fascinating. You can still see a remnant. St. Stephen's was the most bombed monastery of them all, from the Ottoman period to the Nazi period. That's why it resembles a medieval fortress. And it's also the one without any steps. I've got a surprise for you. Only a bridge to get in. No more stairs for you to climb. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് കാണാൻ പോകുന്ന മൊണാസ്ട്രി. സ്ത്രീകളുടെയാണ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടം വരെ ഉള്ളൂ. ഇവിടെ നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ്. നമ്മൾ അടിപൊളി വ്യൂവിലേക്കാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ മെറ്റിയോറയോട് യാത്ര പറഞ്ഞ് കലമ്പാക്കയോട് യാത്ര പറഞ്ഞ് ഏതൻസിലേക്ക് തിരിച്ചു പോവുകയാണ്. ഒരു കോഫി മേടിച്ചു അവിടെ നിന്ന്. കോഫി കുടിച്ച് ഒന്നും കൂടി ഒന്ന് ഉണരാം എന്ന് വിചാരിച്ചു. ചേട്ടാ ഞങ്ങൾക്കൊന്ന് ലൈറ്റ് ഇട്ട് തന്നു. എന്തിനാണ് ചേട്ടാ ഞങ്ങളെ മാത്രം ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ. ബോസ്നിയെ പോയപ്പോൾ ഞങ്ങളുടെ തലേൻ്റെ മേലെ മാത്രം റേഡിയോ വർക്കാവുന്നു. അത് ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തെറി വിളിച്ചു. പറ്റത്തില്ലെന്ന് പറഞ്ഞവൻ. എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഞങ്ങളുടെ തലേൻ്റെ മേലെ മാത്രം നമുക്കറിയാത്ത ഭാഷയിലൊരു പാട്ട് പാടുന്നു. അവസാനം ഒരുത്തൻ ഓഫ് ചെയ്തു. പക്ഷെ എന്നാലും ആദ്യം ഞങ്ങളെ ചീത്ത പറഞ്ഞു, പറ്റത്തില്ല പോയിരുന്നോളാൻ പറഞ്ഞു. ഇതിപ്പോൾ ഈ മാങ്ങാണ്ട് തലേൻ്റെ മേലെ ലൈറ്റ് ഇട്ട് വെച്ചേക്കപ്പോൾ അത് രാത്രി എന്തിന് ചേട്ടാ എന്തിന് ഞങ്ങളോട് ചതി. നല്ലൊരു സീറ്റാണല്ലോ എന്ന് ചോദിച്ചാൽ ഈ സീറ്റ് പിടിച്ച് ഇവിടെ ഇരുന്നത്. അപ്പം ഇതേ ആ ഫ്രണ്ടിലുള്ള ആ പെണ്ണിനും നമുക്കും മാത്രം ലൈറ്റ്. അറിയില്ല, ഇപ്പോൾ പോയി പറയേണ്ടി വരുമോ ഇയാളോട് ഓഫാക്കാനാവും? അറിയില്ല. ഫോണ് തണുപ്പിക്കുക. അപ്പം പിന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞു വന്നത് മെറ്റിയോറയിൽ നിന്ന് കണ്ട് നമ്മൾ മൊണാസ്ട്രിയൊക്കെ കണ്ട് യാത്രയായി. നല്ലൊരു എക്സ്പീരിയൻസ്. എല്ലാവരും മെറ്റിയോറ എന്തായാലും വിസിറ്റ് ചെയ്യണം. മീൻസ് കലമ്പാക്ക മെറ്റിയോറ വിസിറ്റ് ചെയ്യണം. വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര സംഭവമാണ്. അത് കാണേണ്ടത് തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 8 മണിയാകുമ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തും. ഡിന്നർ ഇൻക്ലൂഡഡ് അല്ല, നമുക്ക് കഴിക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ സമയം നമുക്ക് തരും. നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. നേരത്തെ നമ്മൾ മീൻസ് ഇങ്ങോട്ട് വരുമ്പോൾ നിർത്തിയ അതേ ഹോട്ടലിൽ തന്നെയാണെന്ന് തോന്നുന്നു നിർത്തുക ആയിരിക്കണം. കാരണം ഇവർക്ക് എന്തെങ്കിലും കണക്ഷനൊക്കെ ഉള്ള ഹോട്ടൽസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമ്മൾ അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. നാളെ നമ്മൾ പോകുന്നത്
മൈക്കണോസ് എന്ന് പറയും, മിക്കണോസ് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം നാളെ നമ്മൾ അങ്ങോട്ടേക്ക് ഏതൻസ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് മൈക്കണോസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇനി മൈക്കണോസിലെ കാഴ്ചകൾ കാണാം നാളത്തെ. ഡിഫറെൻറ്റ് രീതിയിൽ അവർ പറയുന്ന അറിയില്ല. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കാനും വാഷ്റൂം പോകാനൊക്കെ ആയിട്ട് വീണ്ടും അതേ സെയിം സ്ഥലത്ത് തന്നെ നിർത്തി. ഞങ്ങൾ വലിയ കാര്യമായിട്ട് മെയിൻ ഡിഷസ് ഒന്നും വാങ്ങിച്ചില്ല. സെയിം ഒരു സ്പിനാച്ച് ചീസ് പൈയും പിന്നെ അതിൻ്റെ തന്നെ ചിക്കൻ ആൻഡ് ചീസ് പൈയും വാങ്ങിച്ചു. പിന്നെ ഒരു റൈസ് പുഡിങ്ങും വാങ്ങിച്ചു. അത് അടിപൊളിയായിരുന്നു. മറ്റേ 2 ഫുഡും അടിപൊളി തന്നെയായിരുന്നു. കാരണം അരമണിക്കൂറേ തന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് റിലാക്സ് ആയിട്ടിരുന്ന് കഴിക്കാനുള്ളൊരു സമയമൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഒന്നും ട്രൈ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നാളെ മൈക്കണോസിലെത്തിയിട്ടൊക്കെ ട്രൈ ചെയ്യാമല്ലോ, അങ്ങനെ സമയമുണ്ട് ഇഷ്ടം പോലെ. അപ്പം ഇനി എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും വാങ്ങിച്ച് എന്തെങ്കിലും ചിപ്സോ എന്തെങ്കിലും കൂടെ വാങ്ങിച്ച് തിരിച്ച് കയറാം എന്നാണ് വിചാരിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലമാണ്, നല്ല വൃത്തി. നമ്മൾ മേടിച്ച സാധനത്തിനായാലും നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. വാഷ്റൂം പോയതാണ്, വാഷ്റൂം പോയിട്ട് ഇതാ വരുന്നു. ഇപ്പോൾ ഇനി എന്തെങ്കിലും സ്നാക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് ബസ്സിലേക്ക് പോകാം. ഇനിയിപ്പം ഏതൻസ് എത്തി, ലോക്കർ കണ്ടുപിടിക്കണം, ബാഗ് കൊണ്ടുപോയി വെക്കണം, ഡിന്നർ കഴിക്കണം, ആൻഡ് ദെൻ കുളിക്കണം, കിടന്നുറങ്ങണം. നാളെ രാവിലെ എയർപോർട്ടിലേക്ക് പോകാനുള്ള എവിടെ നിന്നാണ് ബസ് കിട്ടുന്നത് നോക്കണം. അത്രയേ ഉള്ളൂ. അതെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.